വാട്ട് ഈസ് പ്രയോറിറ്റി? നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് ഈ പ്രയോറിറ്റി എന്ന് പറയുന്നത് അല്ലേ. കോളേജ് വെച്ചാകുമ്പോൾ സ്റ്റഡീസ് പ്രയോറിറ്റൈസ് ചെയ്യണം, എക്സാം പ്രയോറിറ്റൈസ് ചെയ്യണം, അസൈൻമെൻറ്റ്സ് പ്രയോറിറ്റൈസ് ചെയ്യണം, വീട്ടിൽ വരാണെങ്കിൽ ഫാമിലി ടൈം പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് പറയും. വർക്കിലാണെങ്കിൽ നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് പറയും. ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിൽ ട്രിപ്പ് പോകുന്നതിനെ പറ്റി പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് പറയും. പ്രയോറിറ്റി പ്രയോറിറ്റി കേട്ട് 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 മടുത്തൊരു വാക്കാണ്. പക്ഷെ എന്താണ് പ്രയോറിറ്റി? പ്രയോറിറ്റി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ പ്രയോറിറ്റി എന്നുള്ള ആ ഒരു ആർട്ട്, പ്രയോറിറ്റൈസേഷൻ എന്നുള്ളതിൻ്റെ ആർട്ട് എന്താണ്? അത് നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഏരിയയാണ്. സോ ആക്ച്വലി വാട്ട് ഈസ് പ്രയോറിറ്റി? ആക്ച്വലി എന്താണ് പ്രയോറിറ്റി? നമ്മൾ എങ്ങനെയാണ് ആൾക്കാരെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? നമ്മൾ ഒരാളെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വാട്ട് ഈസ് ആർ റോൾ ഇൻ ദാറ്റ് സിറ്റുവേഷൻ. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇൻ ഡെപ്തിൽ പോയാൽ ബാക്കി ഉള്ള ആൾക്കാരുടെ ലൈഫിൽ നമ്മുടെ റോൾ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ റോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിൽ ഒരാൾക്ക്, ഫോർ എക്സാമ്പിൾ സപ്പോസ് എൻ്റെ ലൈഫിൽ എനിക്ക് മകൻ എന്നൊരു റോളുണ്ട്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മകൻ എന്നൊരു റോളുണ്ട്, എൻ്റെ കൂട്ടുകാരൻ്റെ ഫ്രണ്ട് എന്ന റോളുണ്ട്, എൻ്റെ ടീച്ചേഴ്സിൻ്റെ സ്റ്റുഡൻറ് എന്ന റോളുണ്ട്. സപ്പോസ് ഇപ്പോൾ എനിക്കൊരു ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരുടെ പാർട്ട്ണർ എന്ന റോളുമുണ്ട്. അപ്പോൾ ഇത്രയും റോളുകളാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു സിറ്റുവേഷനിൽ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റോളുകളിൽ പലരും എൻ്റെ അടുത്ത് പലതും ഡിമാൻഡ് ചെയ്യും. അതാണ് നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻസ്. ഈ സ്റ്റുഡൻറ് എന്ന റോളിൽ എന്നെ ഡിമാൻഡ് ചെയ്യുന്ന കാര്യമാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സാംസ് എഴുതുക. ഈ വർക്കർ അല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്നുള്ള റോളിൽ എനിക്ക് ഡിമാൻഡ് വരുന്ന കാര്യമാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ജോലി ചെയ്ത് തീർക്കുക. സൺ എന്ന റോളിൽ വരുന്ന എനിക്കുള്ള ഡിമാൻഡാണ് ഫാമിലി ടൈം പ്രയോറിറ്റൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. ഇങ്ങനെ നമ്മുടെ റോളുകളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് പല സിറ്റുവേഷൻസ് വരാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ ആ റോളുകൾ റെസ്പെക്റ്റ് ചെയ്യാനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. കാരണം ആ റോളുകൾ നമുക്ക് കിട്ടിയത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്ന് എപ്പോൾ മനസ്സിലാക്കുന്നു അന്ന് നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഒരാൾ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനെ ഞാൻ തിരഞ്ഞെടുത്ത പോലെ തന്നെ അവൻ എന്നെയും തിരഞ്ഞെടുത്താൽ മാത്രമേ നമ്മൾ കൂട്ടുകാരാകത്തുള്ളൂ. അപ്പോൾ അവൻ എന്നെ തിരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവൻ്റെ കൂട്ടുകാരനാവത്തില്ല. സോ അത് എൻ്റെ ഒരു കഴിവുകൊണ്ടല്ല, അവൻ്റെയും കൂടെ അല്ലെങ്കിൽ അവളുടെയും കൂടെ കഴിവുകൊണ്ട് കൂടിയാണ്. അതിലാകെ എക്സെപ്ഷൻ വരുന്നത് നമ്മുടെ പേരൻസിൻ്റെ കേസിലാണ്. അതിൽ നമ്മളല്ല അവർ ചൂസ് ചെയ്തത്, അവർ എന്തൊക്കെയോ കൊണ്ട് അവർ ഒരുമിച്ച് വന്ന് വീണു, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു മകനായിട്ട് അവർ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതേപോലെ അവരെ പാരൻ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്യാൻ വേണം. സോ നമുക്ക് ഒരാളുടെ ലൈഫിൽ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ഗ്രാൻറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ടോ കിട്ടിയതല്ല, അത് അവരുടെയും കൂടെ ഒരു ലൈക്ക് റോൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു പൊസിഷൻ ഉള്ളത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വി മസ്റ്റ് റെസ്പെക്റ്റ് അവർ പൊസിഷൻസ് ഇൻ ഈച്ച് ആൻഡ് എവരി പേഴ്സൺസ് ലൈഫ് ദാറ്റ് വി സീ അറൗണ്ട്. അതിപ്പോൾ നമ്മുടെ കോളേജിൽ അടിച്ചു വരുന്നൊരു ചേച്ചിയാണെങ്കിൽ കൂടി അവരുടെ ലൈഫിൽ നമ്മൾക്ക് ഒരു ചെറിയൊരു പൊസിഷൻ ഉണ്ട്, ലൈക്ക് ആ കോളേജിലെ സ്റ്റുഡൻറ്റ് എന്നൊരു പൊസിഷൻ നമുക്കുണ്ട്. അതിനെ ആണെങ്കിൽ കൂടി, ഞാൻ അതിനെ ചെറുതാക്കി പറയല്ല, ബട്ട് അതിനെ ആണെങ്കിൽ കൂടി നമ്മൾ ആ പൊസിഷനെ റെസ്പെക്റ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് തുടങ്ങേണ്ടത്. നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് പല ആൾക്കാരുടെ ലൈഫിൽ പല പൊസിഷൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ഏത് പൊസിഷന് എത്രത്തോളം ഇമ്പോർട്ടൻസ് എങ്ങനെയൊക്കെ ഏത് ടൈമിൽ കൊടുക്കുന്നു എന്നനുസരിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ പ്രയോറിറ്റൈസേഷൻ്റെ ആർട്ട് വരുന്നത്. അത് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സംഭവമല്ല. നമുക്ക് ലൈക്ക് എൻ്റെ അച്ഛന് ഞാൻ ദിവസം 1 മണിക്കൂർ പ്രയോറിറ്റൈസേഷൻ കൊടുത്തു, അതുകൊണ്ട് എനിക്കിനി അടുത്ത 1 മണിക്കൂർ കൊടുക്കണ്ട എന്നല്ല. അത് എപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ ഏത് അമൗണ്ടിൽ കൊടുക്കണം എന്നുള്ളത് ഒരു ആർട്ടാണ്. അത് ലൈക്ക് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. നമ്മൾക്ക് ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ ഫാമിലിയിൽ അധികം പ്രയോറിറ്റൈസേഷൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു ശ്രദ്ധ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതേസമയം കൂട്ടുകാരൊപ്പം അടിച്ചു പൊളിക്കാൻ പോകുന്നതും തെറ്റൊന്നുമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവർക്കും അതിൻ്റേതായ ഒരു സ്പെഷ്യൽ സമയം നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ, നമ്മൾ അങ്ങോട്ട് എഫേർട്ട് എടുത്താൽ മാത്രമേ അത് നമുക്ക് തിരിച്ചും ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം? പ്രയോറിറ്റൈസ് ചെയ്യണമെങ്കിൽ one of the most easiest and important rule is that learn how to say no.
ഇപ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ അറ്റ് ദ സെയിം ടൈം ബാക്കി എത്ര സിറ്റുവേഷൻ ഉണ്ടോ അതുങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണില്ല എന്നുള്ളതാണ്. ഫോർ ഇൻസ്റ്റൻസ്, നമുക്ക് നാളെ ഒരു എക്സാം ഉണ്ട്. നമ്മുടെ മെയിൻ ഗോൾ ഇസ് ടു ക്ലിയർ ദാറ്റ് എക്സാം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ പാരൻസ് വന്നിട്ട് പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രയോറിറ്റി എക്സാം ആണെങ്കിൽ പൊളൈറ്റ്ലി എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് പൊളൈറ്റ്ലി അവരുടെ അടുത്ത് പറയാം ഞാൻ ഉണ്ടാവില്ല, എനിക്ക് നാളെ എക്സാമാണ്, അത് എനിക്ക് ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ. ബട്ട് പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ അവർ കൊണ്ടുപോയി എന്നൊക്കെ വരും. അപ്പം നമ്മളത് ടൈം മാനേജ്മെൻറ്റിൽ പഠിക്കാനുള്ളതാണ്. അത് അടുത്തതിൽ പിന്നെ പറഞ്ഞുതരാം. ബട്ട് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളത് നിങ്ങളത് നോ പറയാം. നമ്മൾ എപ്പോൾ നോ പറയാൻ പഠിക്കുന്നു അപ്പോൾ നമ്മുടെ പ്രയോറിറ്റൈസേഷൻ കറക്റ്റാണ്. ഇത് തിയററ്റിക്കലി വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നോ പറഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഈസിയാണ്. ബട്ട് ഈ നോ പറയുന്നതാണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് എല്ലാവർക്കും ഭയങ്കര വർത്താനം കഴിഞ്ഞാൽ അത് ഇത് പക്ഷെ ഒരാളുടെ മുഖത്ത് നോക്കി എനിക്കിത് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. ആ ഒരു ആർട്ട് കിട്ടിയാൽ നമ്മൾ പ്രയോറിറ്റൈസേഷൻ പഠിച്ചിരിക്കും. നമ്മുടെ അടുത്ത് ഒരാൾ ഹെൽപ്പ് ചെയ്ത് വരുമ്പോൾ 99.99% ആൾക്കാരും എന്തെങ്കിലും ഓക്കെ ചെയ്യാം, അല്ലാണ്ട് എന്നിട്ട് ചെയ്യാന്ന് പറയും, എന്നിട്ട് ചിലപ്പോൾ ചെയ്യാണ്ടിരിക്കും. അത് നോ പറയലല്ല, അത് പ്രയോറിറ്റൈസേഷനും അല്ല. ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. പക്ഷേ ചെയ്യുന്നതിന് മുന്നേ അവരുടെ അടുത്ത് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ലെവലിൽ എത്തിയെങ്കിൽ അന്ന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് സ്റ്റെപ്പ് ബട്ട് യെറ്റ് ദ ഹാർഡസ്റ്റ്. എങ്ങനെ നമുക്ക് പ്രയോറിറ്റൈസേഷൻ പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആക്കാം? അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു പേപ്പർ എടുക്കാം, ഒരു പെൻ എടുക്കാം. നമുക്ക് ആ ഒരു ഇൻസ്റ്റൻറ്റിൽ അടുത്തതായി ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് അനുസരിച്ച് എഴുതി വയ്ക്കുക. ലൈക്ക് the most important thing I want to do right now is to study for my exam. First point, study for my exam. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളത് എന്താ? വൈകുന്നേരം ഫാമിലിയിലൂടെ ഫംഗ്ഷനിലൂടെ. അത് കഴിഞ്ഞിട്ട് വേറെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 5 എണ്ണം സെറ്റ് ചെയ്യും. ഈ 5 എണ്ണം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആദ്യം ചെയ്ത് തീർക്കാൻ നോക്കുക. പക്ഷേ ഇതിൽ ആദ്യത്തെ കാര്യം ചെയ്യുമ്പോൾ ബാക്കി 2, 3, 4, 5 നമ്മൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഫുൾ ഫോക്കസ് ഫസ്റ്റ് തിങ്ങിലായിരിക്കണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ 2, 3, 4, 5 ചെയ്ത് തീർക്കാൻ പാടുള്ളൂ. അതാണ് അത്രേ ഉള്ളൂ പ്രയോറിറ്റൈസേഷൻ. നമ്മൾ എന്ത് കാര്യമാണോ അതിൽ പ്രയോറിറ്റൈസ് ചെയ്യുവാണെങ്കിൽ ഫുൾ ഫോക്കസ് അതിലായിരിക്കണം. വൺസ് യു ഫിനിഷ് ദാറ്റ് ദെൻ യു ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് വൺ. നേരത്തെ പറഞ്ഞ മാതിരി പ്രയോറിറ്റൈസേഷൻ ഒരു ആർട്ടാണ്. അപ്പോൾ ഈ ആർട്ട് പഠിക്കണം, ഏതൊരു ആർട്ട് പഠിക്കുന്നത് പോലെ തന്നെ ഈ ആർട്ട് പഠിക്കാനും ഇയേഴ്സ് ഓഫ് പ്രാക്ടീസിൻ്റെ ആവശ്യമാണ്. സോ ചെയ്ത് തന്നെ പഠിക്കാൻ നോക്കുക. ഇത് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും പഠിക്കാൻ പറ്റില്ല. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഇങ്ങനത്തെ കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടപ്പെടുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.